വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ, പ്രത്യേകിച്ച് രാസലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പ്രതിരോധം തീർക്കുന്നതിനായി 1 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് തിരുമുടിക്കുന്ന് ചെറുപുഷ്പം ഇടവക കുടുംബ യൂണിറ്റ്. ചെറുപുഷ്പം ഇടവക കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടികൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ഭാരവാഹികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. കവചം പരിപാടിയുടെ ലോഗോ വികാരി ഫാദർ പോൾ മുഞ്ഞേലി പ്രകാശനം ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചെറുപുഷ്പ ഇടവക തിരുമുടിക്കുന്ന് നേതൃത്വം കൊടുത്ത് രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു യജ്ഞമാണ് കവചം തിരുമുടിക്കുന്ന്. കവചം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാസലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടെ ഇടവക സമൂഹം ഒന്നു ചേർന്ന് ഇടവകയിലെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തിയിരുന്ന പരിപാടിയാണ് കവചം. നമ്മുടെ സമൂഹം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്ന് ഈ നവലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. തിരുമുടിക്കുന്ന് പ്രദേശത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള ചുറ്റുപാടുകളെ ശരിയാവണ്ണം മനസ്സിലാക്കുമ്പോൾ ഇത് ദേശീയ പാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ രാസലഹരിയുടെ സാന്നിധ്യവും അതിൻ്റെ ഉപയോഗവും വർദ്ധിച്ചു വരാനുള്ള വലിയ സാധ്യത കണക്കിലെടുത്തുകൊണ്ടും ഇതിലേക്ക് ചൂണ്ടുപലകയായിട്ട് ഇതിനകം കണ്ടുവരുന്ന ചില പ്രവണതകളെ മുന്നിൽ കണ്ടുകൊണ്ടും ഞങ്ങളുടെ ഈ പ്രദേശത്തെ സംരക്ഷിക്കുക, രാസലഹരിയിൽ നിന്നും സംരക്ഷിക്കുക, ഞങ്ങളുടെ യുവതയെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടെ രൂപകൽപ്പന ചെയ്ത് കവചം പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം 23-ാം തീയതി ഞങ്ങൾ ആരംഭം കുറിച്ച ഈ കവചം എന്ന് പറയുന്ന രാസലഹരിക്കെതിരെയുള്ള ഈ വിമോചന യജ്ഞം, ഇത് സർക്കാരിൻ്റെ പോലീസ്, എക്സൈസ്, ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെയും അവരുടെ വലിയ ഒത്താശയോടും കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സെൻട്രൽ കമ്മിറ്റിയുടെ പങ്കാളിത്തത്തോടുകൂടെ ഒരു കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ഇടവകയിലെ യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടുകൂടെ ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, സമൂഹത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സന്ദേശങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടവകയുടെ 9 കേന്ദ്രങ്ങളിൽ വച്ച് ഞങ്ങൾ ഒരു ലഹരി വിമോചന സന്ദേശയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ 9 കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകൾ പങ്കാളികളാകുകയും ഈ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്തു. ചെറുപുഷ്പം ഇടവക കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടികൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് പള്ളി അങ്കണത്തിൽ ഷിറ്റോറിയോ കരാട്ടെ സ്കൂൾ ടീം അംഗങ്ങൾ നടത്തിയ കരാട്ടെ പ്രദർശനത്തിന് ശേഷം ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ഇരുചക്ര വാഹന വിളംബര റാലി ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു. വിളംബര ജാഥ ചിറങ്ങര, പൊങ്ങം, മുടപ്പുഴ സെന്റ് അൽഫോൻസ പള്ളി, ഗാന്ധിഗ്രാം ത്വക് രോഗാശുപത്രി, വടക്കേ കപ്പേള, വാലുങ്ങാമുറി, കോനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ 15 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് തിരുമുടിക്കുന്ന് പള്ളി ഗ്രൗണ്ടിൽ സമാപിച്ചു. വൈകിട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് അമ്പലത്തിലിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശ റാലി ഇടവകയിലെ 10ഓളം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, സന്ദേശം നൽകൽ തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. തുടർ പരിപാടികളായി ബോധവൽക്കരണ ക്ലാസുകൾ, കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ഭവന സന്ദർശനം, കൗൺസിലിംഗ്, ചികിത്സ തുടങ്ങിയവ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതി വൈസ് ചെയർമാൻ അവരാച്ചൻ തച്ചിൽ, കൈക്കാരന്മാരായ ഷിബു തയ്യിൽ, ബെന്നി വല്ലൂരാൻ, കേന്ദ്ര സമിതി അംഗങ്ങൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 വർഷം നീണ്ടു നിൽക്കുന്ന തുടർ പരിപാടികളുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഞാൻ അവരാച്ചൻ തച്ചിൽ, തിരുമുടിക്കുന്ന് ചെറുപുഷ്പം പള്ളി ഇടവക കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ വൈസ് ചെയർമാനാണ്.
തിരുമിടുക്കുന്ന് ഇടവകയിൽ ആരംഭിച്ചിരിക്കുന്ന കവചം തിരുമിടുക്കുന്നു എന്ന മയക്കുമരുന്നിനെതിരെയുള്ള കാമ്പയിൻ കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയാണ് നേതൃത്വം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ 35 വർഷം മുമ്പ് ആരംഭിച്ച മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ആരംഭിച്ച ഒരു പോരാട്ടത്തിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുക. അന്ന് മദ്യത്തിനെതിരെ സുഗതി തിരുമിടുക്കുന്ന് എന്ന പേരിൽ ആരംഭിച്ച് ഏകദേശം 100ഓളം കുടുംബങ്ങളെ അതിൽ നിന്ന് വിമുക്തരാക്കിക്കൊണ്ട് തിരുമിടുക്കുന്ന ഇടവകയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച പ്രസ്ഥാനമായിരുന്നു സുഗതി തിരുമിടുക്കുന്ന്. ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് കൂടുതൽ വ്യാപകമാകുകയും യുവാക്കളുടെ ഇടയിൽ ഇത് കൂടുതൽ ശക്തിയാർജിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരു പോരാട്ടം തുടരേണ്ടത് ആവശ്യമാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് കവചം തിരുമിടുക്കുന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുക. ഇവിടെ ഈ പോരാട്ടം ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ പല ഘട്ടങ്ങളിലായിട്ട് പല പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടിയായി ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നവംബർ 23-ാം തീയതി രാവിലെ ഒരു ഇരുചക്ര വാഹന വിളംബര റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ഏകദേശം 100ഓളം ബൈക്കുകൾ ഇതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട്, പ്ലാക്കാർഡുകൾ കയ്യിലേന്തിക്കൊണ്ട് ഇടവകയുടെ ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിൽ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലൂടെയും വിളംബരമായിട്ട് ഈ വിളംബര റാലി നടത്തുവാൻ സാധിച്ചു.